പക്ഷേ അപ്രതീക്ഷിതമായി അടുത്ത 2 വർഷത്തിനകം അദ്ദേഹം ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെടുന്നു. അവിടെ പിന്നീട് നമുക്കുള്ള കുടുംബവുമായിട്ടുള്ളൊരു ബന്ധം, അവൻ്റെ സഹോദരങ്ങളുണ്ടെങ്കിലും അവരൊക്കെ മറ്റു ഭാഗങ്ങളിൽ ജോലി തേടി പോയതവരായിക്കൊണ്ട് അവർ ബന്ധപ്പെടാൻ കഴിയില്ല. പിതാവ് ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു. നമ്മുടെ മുമ്പിൽ അബദ്ധം എന്ന് പറയാമെങ്കിലും സൗദി നിയമത്തിൻ്റെ മുന്നിൽ അത് കൃത്യമായൊരു കുറ്റകൃത്യമായിരുന്നു. അതുകൊണ്ടാണ് അവർ ശിക്ഷിച്ചത്, അല്ലാതെ വെറുതെ ശിക്ഷിച്ചതല്ല. ആ ശിക്ഷയ്ക്ക് അനുവാദമായുള്ളൊരു കുറ്റം, വലിയൊരു കുറ്റകൃത്യം അവിടെ നടന്നിട്ടുണ്ട്. അവസാന ഘട്ടം അവർ പറയുന്നത് 15 മില്യൺ കിട്ടിയാൽ മാത്രമേ അങ്ങനെ ഒരു തുക നമുക്ക് സമാഹരിക്ക് കഴിയുന്നവർ ഒരുപക്ഷെ വിചാരിച്ചിട്ടുണ്ടാവില്ല. അത് ആയിരിക്കാം, അങ്ങനെ നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. അത്രയും വലിയൊരു തുക ചോദിക്കുമ്പോൾ ഒരിക്കലും റഹീമിന് അങ്ങനെ ഒരു വീരപരിവേഷം നൽകേണ്ട ഒരു കാര്യമില്ല എന്ന് മാത്രമല്ല, ഈ സമിതികളൊക്കെ പ്രവർത്തിച്ചതും ഈ ജനങ്ങളൊക്കെ ഫണ്ട് തന്നതും ആ ഉമ്മായുടെ കണ്ണീരപ്പാൻ, ഉമ്മായുടെ മുന്നിലേക്ക് അബ്ദുറഹീമിനെ എത്തിക്കുക എന്നുള്ളത് മാത്രമാണ്. ബാക്കി കുറച്ച് പണം ഉണ്ടായിരുന്നല്ലോ, അതെങ്ങനെ ചെലവഴിക്കാനാണ് പ്ലാൻ?